Hi friends, Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഫി ഐസ്ക്രീം പുഡിങ്ങിൻ്റെ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ കുറഞ്ഞ ചിലവിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കോഫി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്, ഐസ്ക്രീം പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലൊഴിക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള പാല് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ നമുക്ക് അത് ഒഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട സാധനം മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് 2 വലിയ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡും പാലും നല്ലോണം മിക്സ് ആവണം. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ പാലുമായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട്, കാരണം നമ്മൾ ഓൾറെഡി മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഓവർ മധുരമൊന്നും വേണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഇച്ചിരി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുമ്പോഴും വെള്ളം ഒഴിച്ചിട്ട് തീ കത്തിക്കുന്നതാണ് ബെസ്റ്റ്. അല്ലാണ്ട് ചെയ്യുക, പക്ഷെ സിമ്മിലിട്ട് ചെയ്യണം. സിമ്മിലിടാണ്ട് ചെയ്യരുത്. ഇനി നമുക്ക് ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചൈന ഗ്രാസും പാലും ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയവും പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇത് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് പാലെടുക്കുക. ഇനി നമുക്കതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി പൗഡർ നമ്മൾ 3 സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കോഫിയുടെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം കോഫി പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം.
ഇനിയിപ്പോൾ നമ്മുടെ പാല് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. പാലിൻ്റെ കളറൊക്കെ മാറി കണ്ട മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ കളറ്. എന്നിട്ട് നമ്മൾ ആ ചൂടാറണീൻ്റെ മുന്നേ തന്നെ അതിലേക്ക് നമുക്ക് കോഫി മിക്സാക്കി വെച്ചിട്ടുള്ള പാല് ഒഴിച്ച് കൊടുക്കാം. ചൂടാറിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണം, ചൂടാറിപ്പോവരുത്. നല്ലോണം മിക്സ് ചെയ്യണം. ഈ ചൂടിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും സെയിം ചൂട് തന്നെ ആവണം, ചൂടാറാൻ പാടില്ല. ഈ നമ്മുടെ പാല് തിളപ്പിച്ചതും ചൈന ഗ്രാസും ഒരേ ചൂടിലായിരിക്കണം. രണ്ടിൻ്റെയും ടെമ്പറേച്ചർ മാറ്റമൊന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോഫിയുടെ മെയിനായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു, പുഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കാം. അത് കുറച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോൾഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. മോൾഡ് ഇല്ലെങ്കിൽ നമുക്കൊരു പരന്ന പാത്രത്തേക്കൊക്കെ ഒഴിച്ചാലൊക്കെ മതി. മോൾഡിൽ തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ എയർ ബബിൾസൊക്കെ പോവും. പക്ഷെ കുറേ നേരം ആക്കേണ്ടി വരും, പിന്നെ ബബിൾസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ബബിൾസ് പോകണിടത്തോളം പൊട്ടിച്ചിട്ട്, ഇല്ലെങ്കിൽ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, ബബിൾസൊക്കെ അതേപോലെ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ബബിൾസൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചോക്ലേറ്റ് പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മിഠായി എടുത്തിട്ടുണ്ട്, കിക്കേറ്റാണ് എടുത്തിട്ടുള്ളത് തോന്നുന്നത്. കിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ഓരോ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചോക്ലേറ്റ് ആവണമെന്നൊന്നുമില്ല, നമുക്ക് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. പിന്നെ ബദാം, നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നു. ഇതാകുമ്പോൾ കുറച്ച് മെൽട്ടാവും ചെയ്യും, പിന്നെ ചെറുതായിട്ട് കടിക്കാനും കിട്ടും. ആ ക്രീമൊക്കെ ജസ്റ്റ് ഒന്ന് മെൽട്ടാവും ചെയ്യും. അതുകൊണ്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എന്തായാലും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളെല്ലാ ചോക്ലേറ്റ് പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂർ വരെയൊക്കെ വെച്ച് ഇത് സെറ്റാവും. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.